2014 മോഡൽ പോർഷെ കെയ്നാണ് കാർ. കംപ്ലയിൻറ്റ് റൂഫ് ടോപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കി ഡയഗ്നോസിന് ട്രബിൾ കോഡ് പറയുന്നത് റിയർ എൻഡ് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂളിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടാണ്. നമ്മൾ ഈ റിയർ എൻഡ് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ റിപ്പയർ ചെയ്തു. നൗ എവറിത്തിങ് ഈസ് വർക്കിംഗ് പ്രോപ്പർലി. റിയർ എൻഡ് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ കംപ്ലയിൻ്റ് ആവാനുള്ള കാരണം, റിയർ എൻഡ് എന്ന് മാത്രമല്ല ഏത് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂളും കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസസ് എന്തൊക്കെയാണ്, റീസൺ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് മോയ്സ്ചർ കണ്ടൻറ്റ് കൊണ്ട് വരാം, പിന്നെ ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് വരാം, സോഫ്റ്റ്വെയർ ഡാമേജ് വരാം, ഹാർഡ്വെയർ ഡാമേജ് വരാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു 4 റീസൺസ്, കോമൺ ആയിട്ട് വരുന്ന 4 റീസൺസാണിത്. ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ, അതായത് റിയർ എൻഡ് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ കംപ്ലയിൻറ്റ് വരാനുള്ള കാരണം 90% മോയ്സ്ചർ കണ്ടൻറ്റ് കൊണ്ടായിരിക്കാം. കാരണം റൂഫ് ടോപ്പ് ഉണ്ട്, റൂഫ് ടോപ്പിൽ നിന്ന് ഡ്രെയിനേജ് വരുന്നത് അതിൻ്റെ സൈഡിൽ കൂടെയാണ്, അതായത് ബാക്കിലെ പില്ലറിൻ്റെ സൈഡിൽ കൂടെയാണ് ഡ്രെയിനേജ് വരുന്നത്. അപ്പോൾ ഈ ഡ്രെയിനേജ് ബ്ലോക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം പുറത്തേക്ക് വരും. വെള്ളം പുറത്തേക്ക് വന്നാൽ ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ അങ്ങനെ ഡാമേജ് വരാറുണ്ട്. ഇത് കോമൺ ആയിട്ട് കാണാറുള്ള ഒരു കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു കേസിൽ നമ്മൾ റിപ്പയർ ചെയ്തപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലൊന്നും നമുക്ക് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഒരു 90% ഈ മോയ്സ്ചർ കണ്ടൻറ്റ് ആയിരിക്കാം. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ കംപ്ലയിൻറ്റ് വരാതിരിക്കാൻ വേണ്ടി സൺറൂഫിൻ്റെ ഡ്രെയിനേജ് ബ്ലോക്ക് ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഡ്രെയിനേജ് ബ്ലോക്ക് ആവാതിരിക്കാൻ. ഇത് ഈ റിയർ എൻഡ് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾ മാത്രമല്ല, വേറെ ഒരുപാട് ഇലക്ട്രോണിക് കൺട്രോൾ മോഡ്യൂൾസ് ഇതുപോലെ കംപ്ലയിൻറ്റ് വരാനുള്ള ചാൻസ് ഉണ്ട്.